ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ല. ശ്രീനഗറിൽ നിന്ന് 85 കിലോമീറ്റർ അകലെ ബൈസരൻ വനമേഖലയിലാണ് ആക്രമണം നടന്നത്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. മരണസംഖ്യ സംബന്ധിച്ച കണക്കുകൾ പിന്നീട് ഔദ്യോഗികമായി അറിയിക്കുമെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. പഹൽഗാമിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലഫോണിൽ സംസാരിച്ചു. വിനോദസഞ്ചാരികൾക്കായി അനന്ത്നാഗ് പോലീസ് അടിയന്തര ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പറുകൾ 9596777669, മറ്റൊരു നമ്പർ 01132225870, വാട്സ്ആപ്പ് നമ്പർ 9419051940. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മനുഷ്യത്വരഹിതവും ഏറെ വേദനാജനകവുമായ സംഭവമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ പോരാട്ടം അചഞ്ചലമാണെന്നും കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ആക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. പാർലമെന്റ് പരമോന്നതമാണെന്നും പാർലമെന്റിന് മുകളിൽ ഒരധികാരവും ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഡൽഹി സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വ്യക്തിയെയും പോലെ പാർലമെന്റ് പരമോന്നതമാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഭരണഘടന എന്തായിരിക്കണമെന്നതിന്റെ ആത്യന്തിക ചുമതലക്കാരെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പൌരന്മാർ അവരുടെ ആവിഷ്കാരങ്ങളും ആഗ്രഹങ്ങളും പ്രതിഫലിപ്പിക്കുന്നതിനാണ് ഭരണഘടന പ്രകാരം തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയിലെത്തി. ജിദ്ദ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളവും ആചാരപരവുമായ വരവേൽപ്പ് നൽകി. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. സൌദിയുമായുള്ള സുദീർഘവും ചരിത്രപരവുമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം നൽകുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനത്തിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. സാമ്പത്തിക, പ്രതിരോധ മേഖലയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട് വിവിധ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. കാലം ചെയ്ത ആഗോള കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. റോമിലെ ബസലിക്ക ഓഫ് സെയിന്റ് മേരി മേജറിലായിരിക്കും സംസ്കാരമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ലോക നേതാക്കളും വിദേശ പ്രതിനിധികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നാളെ മുതൽ പൊതുദർശനം ആരംഭിക്കാൻ കർദിനാൾമാരുടെ യോഗം തീരുമാനിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും സംസ്കാര ദിവസവുമാണ് ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളും ഉണ്ടായിരിക്കില്ല. ബില്ലുകൾ അംഗീകരിക്കുന്നതിലെ കാലതാമസം സംബന്ധിച്ച് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജി അടുത്ത മാസം 6-ന് സുപ്രീംകോടതി പരിഗണിക്കും. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിനും ബാധകമാണെന്ന് സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാൽ വാദിച്ചു. എന്നാൽ കേരളത്തിന്റെ ഹർജി വ്യത്യസ്തമാണെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവർ വ്യക്തമാക്കി. രാജ്യത്ത് കടുത്ത ഉഷ്ണതരംഗ സാഹചര്യം മുന്നിൽ കണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. ജാഗ്രത തുടരണമെന്നും ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും അഡ്മിനിസ്ട്രർമാർക്കും കത്ത് നൽകിയതായും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 2024 UPSC സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. UP സ്വദേശി ശക്തി ദുബെയ്ക്ക് 1ാം റാങ്ക്, ഹർഷിത ഗോയൽ 2ാം റാങ്കും DA പരാഗ് 3ാം റാങ്കും നേടി. ആകെ 1009 പേരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.